എന്റെ കർത്താവേ, ഈ കുന്തം ഞാൻ എവിടെയാ കൊണ്ടുവച്ചത്? കാണുന്നില്ലല്ലോ. നേരെ ചൊവ്വയൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. ആ ആ ആ, കിട്ടി കിട്ടി. ആ ആ മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി. ഓനച്ചാ, ഓ വണ്ടി അക്ബർ ട്രാവൽസിലേക്ക് വിട്. എന്നതിനാപ്പ? അല്ല, വത്തിക്കാനിലേക്കുള്ള ടിക്കറ്റിന്റെ റേറ്റൊക്കെ ഒന്ന് അറിയാമല്ലോ. എടാ വണ്ടി ഇടാ. ഞാൻ വരണോ? ഞാൻ വീട്ടിലോട്ട് പോട്ടെ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലടാ, നീ ഇവിടെ വാ. ഭാര്യയാണ് ഭാഗ്യദേവത എന്നാ സത്യേട്ടൻ പറയാറ്. ഇനി നീയാണ് എന്റെ ലക്കിച്ചാമെങ്കിലും. ഏതായി സത്യേട്ടൻ? അത് അന്തിക്കാട്ടുള്ളൊരു ഏട്ടനാ. ബസ് വന്നു കേട്ടോ. ഇവിടെ നിന്ന് നല്ല ബോറടിക്കുന്നുണ്ടല്ലേ. ആളൊരു പൊങ്ങന. എന്താണ് നനയ്ക്കാൻ പറഞ്ഞിട്ട് നീ എന്നെ നനയാണ്? ആൾക്കാരോട് സംസാരിക്കാൻ അറിയില്ല. നമസ്കാരം സർ. ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. വായിച്ചോ സർ? ഞാൻ വായിച്ചു. തനിക്കാരാണ് ഡേറ്റ് തരാ, ഇവിടെ ആർട്ടിസ്റ്റാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത്. ആദ്യം തള്ളണം 5 തൊള്ളയിലേക്ക്, അറിയോ? എന്നാലേ നിനക്ക് അവിടെ ഒരു ചേറ് കിട്ടൂ. സർ, നമുക്ക് ഈ ഫ്രഷ് ഫേസസ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ പുതുമുഖങ്ങളെ വെച്ച് അങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ? ഫ്രഷ് നല്ലതാണ്. അല്ല, എനിക്കൊരു മോനുണ്ടേ, 17 വയസ്സ്, രണ്ടാമത്തോൻ. നല്ല മോറാണല്ലോ. അഭിനയിക്കോ? സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ കൂട്ടം കൂടി ഇരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നണത് ഈ കുട്ടി അഭിനയിപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കണത്. പിന്നെ മാത്രല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതുപോലത്തെ എത്ര നല്ല കുട്ടികളാണ് ഇവിടെ വെറുതെ അടുക്കള നിരക്കണത്. സർ, അങ്ങനല്ല, നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആദ്യം ഡിസൈഡ് ചെയ്യാം. സബ്ജക്റ്റ് അല്ല, ഇവരെ അഭിനയിപ്പിക്കേണ്ട കാര്യം. നല്ല മുഖറാണല്ലോ. നീ എന്റെ കൂടെ പോര്. അപ്പേട്ടൻ കൈ വെച്ചിരുന്ന് ഇതുവരെ മോശമായിട്ടില്ലേ? വാ. അപ്പേട്ടൻ അറിയില്ല നിനക്ക്? മഹാ ചെറ്റ ഞാൻ. പെണ്ണുങ്ങളെ പറ്റിക്കാണ് കൊണ്ട് നടന്നിട്ട് പറ്റി. എന്റെ സ്വഭാവം നിനക്കറിയില്ല. നിനക്ക് സിനിമയില്ല, ഒന്നുമില്ല. ചാവിട്ട് നീ. I'm tired. I'm fed up. എന്ത് സാഹസം കാണിച്ചും ഒരു സിനിമയുണ്ടാക്കാം ഇന്ന് തീരുമാനിച്ചുറച്ച സ്വപ്നം കണ്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. ഓരോ തവണ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴും അടുത്ത തവണ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സിനിമ ഫെനറ്റിക് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അവനെ ഇനി കൊന്നില്ലെങ്കിൽ എനിക്ക് നീ നഷ്ടപ്പെടും ഗൗരി. എൻ്റെ പേഴ്സണൽ ലൈഫ് നഷ്ടപ്പെടും. എൻ്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടും. ഒരു പെയിൻറ്ററിന് വരയ്ക്കാം, ഒരു പാട്ടുകാരന് പാടാം. സിനിമ എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റീവ് അഡ്വഞ്ചറിന് ഇറങ്ങുമ്പോൾ പണം വേണം. അത് നമ്മുടെ ഇല്ലടാ. അത് കണ്ടെത്താനുള്ള വഴിയും അറിയില്ല. ദിസ് ഇമോഷണൽ ബ്ലണ്ടർ ഹാസ് ടു എൻഡ്. ഇന്ന് അവസാനിക്കണം ഈ മണ്ടത്തരം. ഒന്നും ചെയ്യില്ല ഹരിയേട്ടാ. വിട്ടേ.
ഹലോ. ഹായ് സർ, ആരാ? ഞാൻ ആൻ ആ ജേർണലിസ്റ്റാ. എന്തിനാ വന്നത്? സർ ഇന്ന് 11 മണിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു സർ. ഞാൻ പറഞ്ഞിരുന്നു. ആ സർ. ഇപ്പം പറ്റില്ല, ഞാൻ വെളിയിൽ പോകുമ്പോൾ. സർ പ്ലീസ് സർ, ഞാൻ 3 മാസമായി ട്രൈ ചെയ്യുന്നു സർ, പ്ലീസ്. നോ, ഇപ്പം പറ്റില്ല. കുട്ടി പോയിട്ട് ഒരു പിന്നെ 5 മിനിറ്റ് മതി സർ, പ്ലീസ് സർ. ഇന്ന് പറ്റില്ല. സർ ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ എൻ്റെ ജോലി വരെ പോകും സർ, പ്ലീസ്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് തീർക്കണം. Yes, sir. 3 questions. ഓക്കെ സർ. വാ. ചോദിക്കുന്നില്ലേ? ഇനിയിപ്പോൾ ചോദ്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരണോ? സർ ചോദിക്കാനുള്ള 3 ചോദ്യങ്ങൾ ആലോചിക്കാറുണ്ട്. എന്താന്ന് വെച്ചാൽ വേഗം വേണം. യെസ്, ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് വരുന്നെന്ന്. പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നു. സർ സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൂമെന്റ് ഏതാ സർ? കുട്ടി എന്താ ചോദിച്ചത്? സാറിൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൂമെന്റ് ഏതാ സർ? ഈ നിമിഷം.